അതെന്താ പ്രശ്നം അറിയോ, എല്ലാരും വിചാരിച്ചു ഞാൻ ഭയങ്കര ഡാൻസറാണ്, ക്ലാസിക്കൽ ഡാൻസർ ആണെന്നൊക്കെ. അങ്ങനെ ഉത്സവങ്ങൾക്ക് ബുക്കിംഗ് അച്ഛനെ വിളിച്ചിട്ട് ഇന്ന ദിവസം ഫ്രീ ആണോ, കഴിഞ്ഞ പ്രാവശ്യം ശോഭന മാം ആണ് കളിച്ചത്, അച്ഛൻ പറഞ്ഞു അവൾക്ക് ഡാൻസ് ഒന്നും അറിയില്ല. അപ്പൊ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. നമിത, താങ്കൾ യൂറോപ്യൻ കൺട്രീസിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഊമയായി അഭിനയിക്കാറുണ്ട് എന്ന് കുട്ടിയേട്ടൻ മനസ്സിലാക്കുന്നു. ഞാൻ ആക്ച്വലി ട്രാവൽ ചെയ്യുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എല്ലാ ഇയറും ഓൾമോസ്റ്റ് കുറെ സ്ഥലങ്ങൾ, യൂറോപ്യൻ സ്ഥലങ്ങളെല്ലാം എല്ലാ ഇയറും എന്റെ സിസ്റ്റർ അവിടെയാണല്ലോ. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് പോയി, അവൾ അവിടെ ഉണ്ടാവും, ഞങ്ങൾ 2-3 ഫ്രണ്ട്സ് ഉണ്ടാവും, എന്നിട്ട് പല പല കൺട്രീസിലായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ട്രാവൽ ചെയ്യും. അപ്പോ കഴിഞ്ഞ പ്രാവശ്യം ഫ്രാൻസിൽ പോയി. ഫ്രാൻസിൽ അവിടെ മെജോറിറ്റി ആളുകൾക്കും ഇംഗ്ലീഷ് അറിയില്ല. അപ്പൊ ഞാനും എന്റെ സിസ്റ്ററും മാത്രമേ ഉള്ളൂ എയർപോർട്ടിലും എല്ലായിടത്തും. അപ്പൊ ഞങ്ങൾക്കാണെങ്കിൽ ഇംഗ്ലീഷ് മാത്രമല്ലേ അറിയുള്ളൂ, ഫ്രഞ്ച് അറിയില്ല. അവിടെ ചെന്നിട്ട് ഞങ്ങൾ അവരുടെ അടുത്ത് ചോദിക്കുമ്പോൾ റൈറ്റും ലെഫ്റ്റും മാത്രമേ അവർക്ക് അറിയുള്ളൂ, അങ്ങനത്തെ ബേസിക് വാക്കുകൾ മാത്രമേ അറിയൂ. എയർപോർട്ടിൽ പോകുമ്പോഴും ബോർഡ്സ് ഇല്ല, ബോർഡെല്ലാം ഫ്രഞ്ച് ആണ്, എല്ലാം ഫ്രഞ്ച് തന്നെയായിരുന്നു. നെക്സ്റ്റ് പ്ലേസ്, ബാഗേജ് കളക്ഷൻ, അങ്ങനെയൊക്കെ ആക്ഷൻ വഴി കുറെ സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്തു. അത് വെച്ച് നമുക്ക് മൈം കൊണ്ടൊക്കെ കാര്യങ്ങള് നമുക്ക് നടത്തിയെടുക്കാൻ പറ്റും. കാര്യങ്ങളെല്ലാം ഞങ്ങൾ നടത്തിയെടുക്കും, ക്ലീൻ ആയിട്ട് നടത്തിയെടുക്കും. അതൊക്കെ നടത്തിയെടുക്കും, ഒരു പ്രോബ്ലം ഇല്ല. പക്ഷെ കഷ്ടപ്പെടുന്നേ ഉള്ളൂ, സമയമെടുക്കും. പക്ഷെ രസാ. നമ്മൾ ഓരോ ഇംഗ്ലീഷ് അറിയാവുന്നവർ കുറെ പേരുണ്ട്. പക്ഷെ ഞങ്ങൾ പോയ സമയം ഒളിമ്പിക്സ് ആയിരുന്നു. അപ്പോ ഒളിമ്പിക്സിന്റെ സമയം ഈ അടുത്തിടയ്ക്കാ ഫ്രാൻസിൽ പോയത്. അപ്പൊ കംപ്ലീറ്റ്ലി അവിടെ ഷട്ട് ഡൗൺ ചെയ്തേക്കും. അപ്പൊ അവിടുത്തെ കംപ്ലീറ്റ് പോലീസുകാരാ, എല്ലായിടത്തും പോലീസുകാരാ. അപ്പൊ പാസ് വേണം എവിടെ കയറണമെങ്കിലും. ഐഫിൽ ടവറിന്റെ അവിടെയാണെങ്കിലും എല്ലായിടത്തും പാസ് വേണം. അപ്പം എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, ഞങ്ങളുടെ കോമൺ ഫ്രണ്ട്. അപ്പൊ പുള്ളിക്കാരത്തി അതെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായി. ഞങ്ങൾ അവിടെ എവിടെ പോയാലും ഈ പാസ് ഒക്കെ കാണിച്ച് അവരിത് മനസ്സിലാക്കി അങ്ങനെയൊക്കെ. ഓക്കെ. അല്ല, ഈ ഇദ്ദേഹത്തിന്റെ 2 വീലർ പോലെ അപകടം പിടിച്ച 2 വീലർ ഉണ്ടല്ലോ, അതുപോലെ നമിതയ്ക്ക് ഒരു മോതിരം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എപ്പോഴും സ്ഥിരമായി കളയുന്ന, പെർമനന്റ് ആയിട്ട് മിസ് ചെയ്യുന്ന ഒരു മോതിരം. അത് സാർ എനിക്ക് ഭയങ്കര ഇഷ്ടത്തിൽ വാങ്ങിച്ച ഒരു ഗ്രീൻ ഒരു സ്റ്റോണിന്റെ ഒരു മോതിരം ഉണ്ട്. ഇപ്പോഴും ഉണ്ടാവില്ലേ? അത് ഇപ്പൊ മിസ്സിംഗ് ആണോ എന്നൊരു സമയം മിസ്സിംഗ് ആവാൻ സാധ്യത ഉണ്ടല്ലേ? അച്ഛനെ അറിയാവൂ. അല്ല, അവരിത് കണ്ടു മടുത്തതാ. ഞാനിത് എനിക്ക് ഭയങ്കര ആഗ്രഹിച്ച് ഞാൻ മേടിച്ച ഒരു റിംഗ് ആണ്. പക്ഷെ എനിക്കൊരു കുഴപ്പമുണ്ട്, ഞാൻ ഒരു സ്ഥലത്തും ഒരു സാധനം പ്രോപ്പർ ആയിട്ട് വെക്കില്ല. ഞാനിങ്ങനെ, അമ്മ ഭയങ്കര ഡിസിപ്ലിൻഡ്, ഭയങ്കര സ്ട്രിക്റ്റാ, ചെറുപ്പം തൊട്ടേ ഭയങ്കര സ്ട്രിക്റ്റാ. അച്ഛൻ അങ്ങനെയൊന്നുമില്ല. അമ്മ എന്റെ അടുത്തും അച്ഛൻ്റെ അടുത്തും സിസ്റ്ററിന്റെ അടുത്തും എല്ലാവരുടെ അടുത്തും സ്ട്രിക്റ്റ് ആണ്. അപ്പൊ അതെ, ഒരു സാധനം ഒരു സ്ഥലത്ത് വെച്ചാൽ അങ്ങനെ തന്നെ ഉണ്ടാവണത്. പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനെ ഇല്ല, എനിക്കും. അപ്പൊ ഞാനിത് മോതിരം ഒരു സ്ഥലത്ത് വെക്കും, പിന്നെ അത് എവിടെയാ വെച്ചേക്കുന്നത് എനിക്ക് ഓർമ്മ കാണൂല. അപ്പൊ എന്താ പരിപാടി എന്ന് പറഞ്ഞാൽ, ഇത് മിസ്സാകുമ്പോ അങ്ങ് നേർച്ച തരും, സ്ഥിരം നേർച്ചയാ. മെഴുതിരി കത്തിക്കാം, അത് ചെയ്യാം, ഇത് ചെയ്യാം. അപ്പൊ ഇത് എവിടെ എന്തെങ്കിലും കിട്ടും, വീണ്ടും നേർച്ച. എത്ര വർഷമായി കാണും? കുറെ കാലമായോ? ഇടയ്ക്കിടയ്ക്ക് അവർക്കൊക്കെ അറിയാം, ഇടയ്ക്കിടയ്ക്ക് മിസ്സിംഗ്. ഇപ്പോഴും അത് മിസ്സിംഗ് ആണോ അല്ലയോ എന്നുള്ള 2 ദിവസമായിട്ട് ഞാനത് ആലോചിച്ചുകൊണ്ടിരിക്കാം. കാരണം ഏതെങ്കിലും ഇവന്റ് കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ ഊരി വെക്കും, പക്ഷെ ഇത് എവിടെയാ ഊരി വെച്ചേക്കുന്നത് നഷ്ടപ്പെടുന്നില്ലല്ലേ? ഇല്ല. അപ്പൊ അതിനെന്തോ ഒരു പുരാണം ഉണ്ട്, എന്തോ ഗുഡ് വൈബ്സ് തിരിച്ചു വരുന്നുണ്ടല്ലോ. വിശ്വാസിയാണോ? വിശ്വാസം. പ്രെയർ എനിക്ക് ഭയങ്കര വിശ്വാസമുള്ള കാര്യമാണ്. അത് ഇന്ന ദൈവം എന്നൊന്നും എനിക്കില്ല, ഒരു അൾട്ടിമേറ്റ് പവർ. എനിക്ക് പ്രെയർ, എനിക്ക് ഭയങ്കര കാംനെസ് ആണ്. അനികയുടെ ജീവിതത്തിലെ ആഗ്രഹം എന്താ? സിനിമയിൽ കൂടെ പോകാൻ തന്നെയാണ് ആഗ്രഹം, എനിക്ക് ഇഷ്ടം അതാണ്. പക്ഷെ കൂടെ സംതിങ് എൽസ് ആസ് വെൽ, സിമ്പിൾ ആയിട്ട് അത്രേ ഉള്ളൂ. അനിക യഥാർത്ഥത്തിലേ ഈ ലോയോള കോളേജിന്റെ ID പ്രൂഫ് യൂട്യൂബിൽ എന്തോ എടുത്തിട്ടോ? പിന്നെ ഒരുപാട് ആൾക്കാർ അനിക ഇങ്ങനെ വിളിക്കാറുണ്ടെന്ന് പറഞ്ഞു. യൂട്യൂബിലൊന്നും ഞാൻ ഇട്ടിട്ടില്ല. പരിപാടിയായിരുന്നു. എന്റെ നമ്പർ ഇട്ടിട്ട് ആക്ച്വലി നോട്ട് എ ബാഡ് ഐഡിയ. ഇല്ല, അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഞാൻ കോളേജിൽ അഡ്മിഷൻ എടുത്താണ് എന്റെ തെറ്റ്. ബിക്കോസ് അഡ്മിഷൻ എടുത്തിട്ട് എന്റെ ലൈക് സ്റ്റുഡന്റ് ലോഗിൻ ചെയ്യണമെങ്കിൽ ബർത്ത്ഡേ ആണ് നമ്മൾ പാസ്വേഡ് ആയിട്ട് യൂസ് ചെയ്യുക. എന്റെ ബർത്ത്ഡേ ആണെങ്കിൽ ഗൂഗിൾ തപ്പേ കിട്ടും. അപ്പൊ കുറെ പേര് ഞാൻ ലോയോളയിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ലൈക് വെബ്സൈറ്റിൽ കയറിയിട്ട് എന്റെ ബർത്ത്ഡേ ഇട്ടിട്ട് ലോഗിൻ ചെയ്തു. അപ്പൊ ലോഗിൻ ചെയ്ത് സ്റ്റുഡൻസ് അവിടുത്തെ സ്റ്റുഡൻസിന് ഓൾറെഡി അറിയാം ഇതായിരിക്കും പാസ്വേഡ്. ഫസ്റ്റ് അഡ്മിഷൻ എടുക്കുമ്പോൾ ഇതായിരിക്കും എല്ലാവരുടെയും പാസ്വേഡ്, അതായിരിക്കും ലൈക് കോമൺ ആയിട്ടായിരിക്കും. പിന്നെ നമ്മൾ വേണം മാറ്റാനായിട്ട്. ഞാനിത് അറിഞ്ഞില്ല, ഇത് ലൈക് ബർത്ത്ഡേ ആണ് പാസ്വേഡ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഞാൻ ഇത്തിരി ലേറ്റ് ആയിട്ട് അറിഞ്ഞത്. അപ്പോൾ ആരോ എന്റെ ലോഗിനകത്ത് കയറിയിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇങ്ങനെ ബോയ്സിന്റെ ഗ്രൂപ്പിന് ഫുൾ അയച്ചു കൊടുത്തു. അപ്പൊ അത് ഫുൾ കോളേജിൽ ലൈക് സർക്കുലേറ്റ് ആയി. എനിക്ക് ഈ ഡേറ്റ് ലൈക് ഞാൻ കഴിഞ്ഞ വർഷമാണ് ഐ തിങ്ക് ലോയലിൽ ചേർന്നത്. ഇന്ന് വരെ ഐ കീപ് ഗെറ്റിംഗ് കോൾസ് ലൈക് ഹലോ വെറുതെ പറയുന്നത് തമിഴിൽ സംസാരിക്കും. ഇതാരാന്തരം ഞാൻ കട്ട് ചെയ്യും. എളുപ്പ വഴിയുണ്ട്. ഇനി TV കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ രഹസ്യം വെളിയില്
ഇത്തിരി അമ്മ സംസാരിക്കണം. ഇല്ല ഞാൻ അനിക ഇവിടെ ഇല്ല. അമ്മയാണ് എന്താ അനികേന്റെ നമ്പർ ആണെന്ന് മനസ്സിലാവുമല്ലോ. അപ്പൊ ഞാൻ എന്റെ അനികയുടെ ഫോണ് അമ്മയുടെ ഇരുത്തി ഇരിക്കാമല്ലോ. ശരിയാണ്. അല്ലെങ്കിൽ അനികയുടെ മുത്തശ്ശി എന്തുവാണ് കുട്ട എന്ന് ചോദിച്ചാൽ മതി. സഞ്ജു, ഈ നമിതയെ ഞെട്ടിക്കാൻ, ലൊക്കേഷൻ ഞെട്ടിക്കാൻ എടുത്തൊരു തീരുമാനം ഉണ്ടായിരുന്നല്ലോ. ഞെട്ടിയോ എന്നിട്ട് നമിത? അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അമർ അക്ബർ അന്തോണിയിലാണ് ഞങ്ങൾ വർക്ക് ചെയ്തത്. അപ്പൊ ആ ഒരു സമയത്ത് തിയേറ്ററിലുള്ള ഒരു സീക്വൻസ് ഉണ്ടായിരുന്നു, ക്യൂ നിൽക്കുന്ന ഒരു സീക്വൻസ്. അപ്പോൾ നമിത അതിൽ ക്യൂ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇടയിൽ വന്നിട്ട് ഒരാവശ്യമില്ലാതെ എൻ്റെ അടുത്തൊരു ചോദ്യം ചോദിച്ചു, ഞാൻ ഈ ഷോട്ടിലുണ്ടോ എന്ന്. അപ്പോൾ എനിക്ക് വൈഡ് ആണെങ്കിലും ഉണ്ട്, മിഡൊക്കെ ആണെങ്കിൽ ഇല്ല എന്നറിയാം, പക്ഷെ പെട്ടെന്ന് അവിടെ ചേഞ്ച് വരും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇപ്പം പറയാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പം മുങ്ങിയതാണ്. ആ മുങ്ങലിന് ശേഷം പിന്നെ കപ്പിൽ വന്ന സമയത്ത് എൻ്റെ അസിസ്റ്റൻസിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഒരു കംഫർട്ട് ഉണ്ടാക്കണമല്ലോ ആർട്ടിസ്റ്റുമായിട്ട്. നമിത വരുന്ന ദിവസം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, എടാ എനിക്കൊന്ന് കംഫർട്ട് ആക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അതെ. അപ്പോൾ ഞങ്ങളുടെ ലാസ്റ്റ് അസിസ്റ്റന്റ് ഡയറക്ടർ ഉണ്ട്, ആള് അരുൺ ബാബുരാജ്. അപ്പോൾ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ആ കാര്യം ഞാൻ ഏറ്റു എന്ന് പറഞ്ഞിട്ട് പുള്ളി എന്തോ പ്ലാൻ ചെയ്തു. അങ്ങനെ പ്ലാൻ ചെയ്ത് ഇതാണ്. ഞാൻ ചോദിച്ചു പറഞ്ഞു, അവർ വരുന്ന സമയത്ത് അവർ അഭിനയിച്ച പടത്തിലെ പാട്ട് പ്ലേ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അനിക വരുമ്പോൾ വിശ്വാസത്തിലെ പാട്ടും നമിത വരുന്ന സമയത്ത് ട്രാഫിക്കിലെ പാട്ടും പ്ലേ ചെയ്യാമെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് ഞാൻ ആളുടെ അടുത്ത് പോകുമ്പോൾ അരുൺ ബാബുരാജ് ഭയങ്കര ടെൻഷനിൽ നിൽക്കുക. ഈ സിനിമ മൊത്തം നടന്നിട്ട് അവൻ ആ ടെൻഷൻ അടിച്ചിട്ടില്ല. അന്നത്തെ ദിവസം ഭയങ്കര ടെൻഷൻ. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ച് പറയാം, ചേട്ടാ രണ്ടുപേരും ഒരു കാറിലാണ് വരുന്നതെന്ന്, അപ്പോൾ ഏത് പാട്ട് ഞാൻ പ്ലേ ചെയ്യണം. അപ്പോൾ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ കാറ് വന്നു, രണ്ടുപേരും ഇറങ്ങി. അവിടെ പ്ലേ ചെയ്ത പാട്ട് വിശ്വാസത്തിലെയാണ്. അപ്പൊ ഞങ്ങളോട് ചോദിച്ചു, അതെന്താ നീ വിശ്വാസത്തിൽ പ്ലേ ചെയ്യുന്നത്? ഇല്ല ചേട്ടാ, നമിത എൻ്റെ ഒരു 4 വയസ്സിന് മൂത്തതാന്ന്. അപ്പോൾ അനികേനെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് വിശ്വാസത്തിലെ പാട്ട് പ്ലേ ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ട് അതിനൊരു ടൈലന്റ് ഉണ്ട്. ഞാൻ നമിതയുടെ അടുത്ത് കുറച്ചുകൂടെ നമ്മൾ ഷോർട്ട് ദിവസങ്ങൾ കടന്നു പോയപ്പോൾ കൂടുതൽ ക്ലോസ് ആയ സമയത്ത് ഞാൻ പറഞ്ഞു, അന്ന് വന്ന സമയത്ത് ഞങ്ങൾ ഇങ്ങനെ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു പാട്ട് പ്ലേ ചെയ്തായിരുന്നു, കേട്ടായിരുന്നു എന്ന് ചോദിച്ചു. നിങ്ങൾ പ്ലേ ചെയ്തായിരുന്നു, എന്തോ പാട്ട്. ഞാൻ പറഞ്ഞു അത് ട്രാഫിക്കിലെ പാട്ടാന്ന് പറഞ്ഞു. അപ്പൊ ചോദിക്കാം, അത് അതിലെ പാട്ടായിരുന്നു. അതോടെ പിന്നെ ഒരു കാര്യമില്ലല്ലേ. ഓക്കെ അങ്ങനെ